സംവിധായകൻ ഫാസിൽ അവസാനം ഡയറക്റ്റ് ചെയ്ത ലിവിംഗ് ടുഗെദർ, മോസൻ ക്യാറ്റ് തുടങ്ങിയ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അതായത് ആ രണ്ട് ചിത്രങ്ങളിലും ഒന്നുകിൽ സിനിമയ്ക്ക് മൊത്തത്തിൽ അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ചില പ്രത്യേക സംഗതികൾ കൊടുക്കാൻ ശ്രമിച്ചിട്ട് അത് പാളിപ്പോയിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇതേ ഫാസിലിന്റെ 80s-ലെയും 90s-ലെയും സിനിമകൾക്കെതിരെ ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവുകയും ഇല്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉള്ള സിനിമയെ പറ്റിയാണ് ഈ വീഡിയോ. ഒരുപക്ഷെ ആ ക്ലൈമാക്സ് പ്രോബ്ലമാറ്റിക് ആയിട്ട് എനിക്ക് മാത്രം തോന്നിയതാവാം, എന്നാലും പറയാം. അപ്പൊ പറഞ്ഞു വരുന്നത് അമല കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച 91-ൽ പുറത്തിറങ്ങിയ എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തെക്കുറിച്ചാണ്. അപ്പൊ ഈ സിനിമയുടെ തുടക്കത്തിൽ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള നായികയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ നായകൻ സുരേഷ് ഗോപി വരുന്നു. ശേഷം നായകന്റെ വീട്ടിലടക്കം കടന്ന് നായികയും സംഘവും ചില അതിര് കടന്ന പ്രാങ്കുകൾ കാണിക്കുന്നു. അതിന് കൈകൊണ്ടല്ലാതെ വായ കൊണ്ട് അല്ലെങ്കിൽ മെന്റലി അറ്റാക്ക് ചെയ്തുകൊണ്ട് അതിനുള്ള മറുപടി നായകൻ സുരേഷ് ഗോപി കൊടുക്കുന്നു. സത്യം പറഞ്ഞ ആ സീന് കണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം അതുവരെ കണ്ട നായികയുടെ കുന്തളിപ്പിന് ഒരു ശമനമായല്ലോ എന്നോർത്ത്. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് നായിക ഒരു മിഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തേടിയുള്ള ഒരു യാത്ര. അപ്പോൾ ഇതാണ് സിനിമയുടെ കഥ. ഇതിൽ പോകെ നായികയും നായകനും റീകൺസൈൽ ആവുന്നു, സ്വാഭാവികം. അതും കഴിഞ്ഞ് നായിക തന്റെ മിഷൻ ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആക്കാൻ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ വരുന്നു ക്ലൈമാക്സ്. എന്താ പറയാ, ഒരു വല്ലാത്തൊരു ക്ലൈമാക്സ്. ഈ തന്നിഷ്ടത്തിന് എഴുതുക എന്നൊക്കെ പറയില്ലേ, തീർച്ചയായും എല്ലാ എഴുത്തുകാരും അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് എഴുതുന്നത്. എന്നിരുന്നാലും കുറച്ചൊക്കെ അല്ല, ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ, ഇത് കാണുമ്പോൾ ജനങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ എന്നും കൂടി വിചാരിച്ചു വേണ്ടി എഴുതാൻ. പക്ഷെ ഇവിടെ അതിനൊന്നും ഒരു സ്ഥാനമില്ല. ഒരു പ്രത്യേക രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ്, ഭയങ്കര ഇമോഷണൽ ആയ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നിലെ പ്രേക്ഷകന് ഒരു അനർത്ഥം സംഭവിക്കുന്നത് വരെ നായകസ്ഥാനത്തുള്ള എല്ലാവരെയും ഒരു കയറെടുത്ത് കെട്ടിവെക്കുന്നത് പോലുള്ള ഫീൽ ആയിരുന്നു ഈ ക്ലൈമാക്സിൽ. ഇതിലും ഭേദം യഥാർത്ഥത്തിൽ അവരെ എവിടെയെങ്കിലും കെട്ടിയിടുന്നത് തന്നെയായിരുന്നു.